അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് ഇപ്പോൾ ചില ഊഹാപോഹങ്ങൾ, ചില കഥകൾ ഒക്കെ കേൾക്കുന്നുണ്ട്. എന്താണ് അങ്ങനെ ആ കേൾക്കുന്ന കഥകൾ കേൾക്കാനായിട്ട് കാരണം അദ്ദേഹം ചില എന്താ പറയുക, പെട്ടെന്ന് ക്ഷുഭിതനാകുന്നു, സ്ഥലകാല ബോധമില്ലാതെ പെരുമാറുന്നു, ചില കാര്യങ്ങളിൽ മുൻപിൻ നോക്കാതെ തീരുമാനമെടുക്കുന്നു, പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റാണ്, അവർ സ്വയം അവകാശപ്പെടുന്നത് ലോകം പോലീസ് എന്നാണ്. അല്ലെങ്കിൽ ലോകത്ത് എന്ത് ചെയ്യണം, ആരെന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആർക്കെതിരെ യുദ്ധം ചെയ്യണം, എവിടെ യുദ്ധം അവസാനിപ്പിക്കണം, ഇതൊക്കെ തീരുമാനിക്കാൻ ശേഷിയുള്ള സമ്മർദ്ദ ശക്തിയുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. അപ്പോൾ അതിൻ്റെ ഭരണത്തലവനായിട്ടിരിക്കുന്നയാളുടെ ശാരീരിക മാനസിക ആരോഗ്യം അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പൂർണ്ണ മാനസിക ആരോഗ്യ അവസ്ഥയിലല്ല അദ്ദേഹമെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം എടുക്കുന്ന ചില തീരുമാനങ്ങൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉറപ്പായിട്ടും വളരെ പക്വതയോടെ എടുക്കേണ്ട തീരുമാനം. അതെ, ഇപ്പോൾ ഈ സമീപകാലത്ത് അമേരിക്ക ഏർപ്പെട്ടിരിക്കുന്ന നിരന്തരമായ യുദ്ധങ്ങൾ അമേരിക്കയുടെ പൊതു സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കുമ്പോൾ അതിന് അനുകൂലമായൊരു അവസ്ഥയിലല്ല ഇപ്പോഴത്തെ അവസ്ഥ അതിന് അനുകൂലമല്ല. എന്നിട്ട് പോലും അദ്ദേഹം എന്തോ ഒരു വാശിയോടുകൂടി ഒരു യുദ്ധം കഴിയുമ്പോൾ അടുത്തത്, ഇപ്പോൾ ഇറാനിൽ ഏതാണ്ട് ക്ലൈമാക്സിലോട്ട് അടുക്കുന്ന സമയത്ത് ക്യൂബയിൽ അടുത്ത സെറ്റ് ഇടുന്നുണ്ട് അടുത്ത യുദ്ധത്തിന് വേണ്ടി. അതിനു മുമ്പ് വെനസ്വേലയിൽ ഇങ്ങനെ അതേപോലെ ഏതൊരു ആഫ്രിക്കൻ രാജ്യത്ത് ഇതേപോലെ സുഡാനിലോ മറ്റോ ഇതേപോലെ അമേരിക്ക പോയി ആക്രമണം നടത്തി. പിന്നെ ഗ്രീൻലാൻഡിൽ ആക്രമിക്കാനായിട്ട് പോയി, നടന്നില്ല. അപ്പൊ അദ്ദേഹം നിരന്തരമായി ഇങ്ങനെ യുദ്ധം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഒമാനെതിരെ ഭീഷണിയുണ്ട്. അപ്പൊ അദ്ദേഹം നിരന്തരമായി ഇങ്ങനെ, പക്ഷെ അത് ലോക ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരിക്കാം അല്ലേ? അതെന്തും ആയിക്കോട്ടെ, പക്ഷേ അവിടുത്തെ പൊതുജനത്തിന് അദ്ദേഹത്തിന്റെ ശാരീരിക മാനസിക ആരോഗ്യത്തിൽ വലിയ ആശങ്കയുണ്ട്. അതിന് കാരണം അദ്ദേഹം രണ്ടാമത് തവണയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ആകുന്നത്. ആദ്യ തവണ അധികാരത്തിൽ പോയതിനു ശേഷം പിന്നീട് ബൈഡൻ വന്നു. അതിനുശേഷം വീണ്ടും അദ്ദേഹത്തിന് ഇപ്പോൾ 80 വയസ്സാകാൻ പോകുന്നു. ഈ ട്രംപ് തന്നെയാണ് കഴിഞ്ഞ തവണ അധികാരത്തിലിരുന്ന ബൈഡന്റെ ആരോഗ്യസ്ഥിതിയെ പരിഹസിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത്. കാരണം ഈ ബൈഡൻ അദ്ദേഹം അധികാരം ഒഴിയുമ്പോൾ 82 വയസ്സുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായാധിക്യം കൊണ്ട് തന്നെയാണ് സാധാരണഗതിയിൽ അമേരിക്കയിൽ ഒരു തവണ പ്രസിഡന്റ് ആയ ആൾ അടുത്ത തവണ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കും. അങ്ങനെ ഒരു ശീലമുണ്ട്. ചിലർ 2 തവണ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ ബൈഡൻ, ക്ലിന്റൺ അങ്ങനെയൊക്കെ. അതെ, അപ്പൊ ഈ ബൈഡൻ കഴിഞ്ഞ തവണ പ്രസിഡന്റ് ആയിരുന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിനെയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. അദ്ദേഹത്തിന്റെ ശാരീരിക അവസ്ഥകൾ സ്വയം തിരിച്ചു. അത് കൂടെ മാത്രമല്ല, അതിൽ ട്രംപിന് വലിയ റോളുണ്ട്. ട്രംപ് ഇദ്ദേഹത്തെ പൊതുവേദിയിൽ പരിഹസിക്കുന്ന തരത്തിൽ, അപഹസിക്കുന്ന തരത്തിൽ പല പ്രസ്താവനകളും നടത്തി. കാരണം ഇദ്ദേഹത്തിന് സ്വബോധമില്ല, ശാരീരിക അവസ്ഥകളുണ്ട്, ഇരുന്ന ഇരിപ്പിൽ ഉറങ്ങിപ്പോകുന്നു, നാക്ക് കുഴയുന്നു, അതേപോലെ ഒരു ഉണർവില്ല, ഇദ്ദേഹം ഒരു പ്രായത്തിന്റെ അവശതകൾ, ഉഷാറില്ലായ്മ. അതുകൂടാതെ ഈ ട്രംപ് അധികാരം ഏറ്റതിന് ശേഷം അവിടെ ഈ മുൻ പ്രസിഡന്റുമാരുടെ ഈ പടം വൈറ്റ് ഹൗസിൽ പ്രദർശിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അതിന് പകരം, ബൈഡന്റെ പടത്തിന് പകരം അദ്ദേഹം ഒരു ഓട്ടോപെൻ ആണ് അവിടെ വെച്ചത്. ഓട്ടോപെൻ എന്ന് പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ നിയന്ത്രിത ഒപ്പിടാനായിട്ടുള്ള ഒരു യന്ത്രം. മനസ്സിലായി. നമ്മൾ ഈ ഫോട്ടോസ്റ്റാറ്റ് മെഷീനിൽ പകർത്തുന്ന പോലെ ബൈഡന്റെ ഒപ്പിടാനായിട്ടൊരു യന്ത്രം, അതാണ് വെച്ചത്. അതിന്റെ ഉദ്ദേശം ഒരു പരിഹാസമാണ്. കാര്യം ബൈഡനെ കൊണ്ട് ഒന്നും കൊള്ളില്ല, അദ്ദേഹത്തിന്റെ ഭരണ ഉത്തരവുകളെല്ലാം ഉദ്യോഗസ്ഥർ സ്വിച്ചിട്ടതനുസരിച്ച് ഈ ഓട്ടോ പെന്നാണ് ഒപ്പിട്ടത്. ആ രീതിയിൽ വരെ പരിഹസിച്ച ആളാണ് ട്രംപ്. മനസ്സിലായി. അദ്ദേഹം ഇപ്പോൾ ഈ ബൈഡന്റെ അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് വിവരം. കാരണം അദ്ദേഹം അധികാരമേറ്റത് കഴിഞ്ഞ ജനുവരിയിലാണ്. ഈ ജനുവരി അല്ല, കഴിഞ്ഞ 2025 ജനുവരിയിലാണ് അധികാരമേറ്റത്. അതിനുശേഷം ഏതാണ്ട് 13 മാസത്തെ ഇടവേളയിൽ 4 തവണയാണ് അദ്ദേഹം ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് കംപ്ലീറ്റ് ബോഡി ചെക്കപ്പിന് വിധേയനായത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത, വാൾട്ടർ റീഡ് നാഷണൽ മിലിറ്ററി മെഡിക്കൽ സെൻറ്ററിൽ അദ്ദേഹത്തിൻ്റെ പരിശോധന നടന്നു. വൈറ്റ് ഹൗസ് അവകാശപ്പെടുന്നത് അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ്. അമേരിക്കയിൽ ഈ അവിടുത്തെ ഭരണാധികാരികളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് അത് വെളിപ്പെടുത്തണമെന്ന് യാതൊരു നിയമവും ഇല്ല. അങ്ങനെ ഒരു ചിലർ സ്വന്തം ഇച്ഛാപ്രകാരം ചില പ്രസിഡന്റുമാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ആശങ്കയുണ്ടപ്പോൾ അക്കാര്യത്തിൽ അവർ മെഡിക്കൽ ബുള്ളറ്റിൻ അടക്കം ഇറക്കിയിട്ടുമുണ്ട്. മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ ഉള്ള പ്രശ്നം, ആളുകൾക്ക് വലിയ, അതായത് അമേരിക്കൻ ജനതയ്ക്ക് പൊതുവേ ഒരു മാനസികാവസ്ഥയുണ്ട്. ഞങ്ങളെ നയിക്കുന്നയാൾ എന്തുകൊണ്ടും പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്.
ഇപ്പം മുൻ പ്രസിഡന്റുമാരുടെ ഒരു പട്ടിക എടുത്തു കഴിഞ്ഞാൽ ബിൽ ക്ലിന്റൺ, ബരാക് ഒബാമ, ജോർജ് ബുഷ്, ഇവരൊക്കെ അധികാരത്തിൽ നിന്ന് ഒഴിയുമ്പോഴും അവരെ 65 വയസ്സിനോട് അടുത്തൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ബൈഡന് വന്നപ്പോഴാണ് അതിലൊരു മാറ്റം ഉണ്ടായത്. അതിന് അദ്ദേഹം അതിന് പഴി കേൾക്കേണ്ടിയും വന്നു. അതേ അവസ്ഥയിൽ തന്നെയാണ് ട്രംപും ഉള്ളത്. അപ്പം നേരത്തെ ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു, ചില വീഡിയോ ദൃശ്യങ്ങൾ വന്നിരുന്നു. ഇദ്ദേഹം ഒരു കുട്ടിയുമായിട്ട് കോറിഡോറിൽ കൂടി നടന്നു പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു കാലിന് സ്വാധീനക്കുറവ് അനുഭവപ്പെടുന്നു. ഈ വേച്ച് നടക്കുക എന്ന് പറയുമല്ലോ, അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ വന്നപ്പോൾ വന്ന വാർത്തകൾ സൂചിപ്പിച്ച ഇദ്ദേഹത്തിന് ഗുരുതരമായ സ്ട്രോക്ക് വന്നു എന്ന് വെച്ചാൽ പക്ഷാഘാതം വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം അമിതമായ വാശി, ദേഷ്യം, ഓർമ്മക്കുറവ്, ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാം. ഇദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ അതാണ് തെളിയിക്കുന്നത്. അമിതമായ ദേഷ്യം, വാശിയൊക്കെ നിരന്തരമായ യുദ്ധാഹ്വാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്. കൂടാതെ ഇദ്ദേഹത്തിന്റെ വലത് കൈയുടെ ഒരു ചിത്രം പുറത്തു വന്നു. അതിൽ ഈ വ്രണം സമാനമായിട്ട് തൊലി വല്ലാതെ അടർന്നു മാറിയ പോലെയും മറ്റുമൊക്കെ കാണപ്പെടുന്നു. അപ്പോൾ അതിന് വൈറ്റ് ഹൗസ് കൊടുത്ത വിശദീകരണം, ഇദ്ദേഹം ആളുകളുമായിട്ട് നിരന്തരം കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഹസ്തദാനം ചെയ്യുമല്ലോ, അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണെന്ന് പറയുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് ഇതേപോലെ വരണ്ടുണങ്ങിയതുപോലെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ. അപ്പോൾ ചില ഗൂഢാലോചന സിദ്ധാന്തക്കാർ പറഞ്ഞത് ഈ സ്ലോ പോയിസണിങ് പോലെയുള്ള എന്തോ ഇദ്ദേഹത്തിന് വിധേയമായിട്ടുണ്ടാകണം. മനസ്സിലായല്ലോ. കാര്യം ഈ ഗൂഢാലോചന ചാരപ്പണിയൊക്കെ ഉണ്ടല്ലോ, അതിൽ ആരെങ്കിലും ഇദ്ദേഹത്തിന് അങ്ങനെ എന്തെങ്കിലും ഇദ്ദേഹത്തിന് വിധേയമായിട്ടുണ്ടോ എന്നുള്ള ആശങ്ക പരന്നു. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള കംപ്ലീറ്റ് വൈറ്റ് ഹൗസ് അങ്ങ് നിഷേധിക്കുകയാണ്. കാരണം അവർ പുറത്തിറക്കിയ വിശദീകരണ പ്രകാരം ഇദ്ദേഹത്തിന് ഇപ്പോൾ 80 വയസ്സായി. അപ്പോൾ അത്രയും പ്രായമുള്ള ഒരാൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചില ആരോഗ്യ പ്രതിസന്ധികൾ ഉണ്ടാകും. അത് മാത്രമേ ഉള്ളൂ, അതിനപ്പുറം വേറൊന്നുമില്ല. പിന്നെ ഈ പ്രായം കൂടുന്നതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ രക്തക്കുഴലുകളിൽ പഴയ പോലെ ആ ബ്ലഡ് ഫ്ലോ പഴയ പോലെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈ കയ്യിലും അവിടെയൊക്കെ തടിപ്പും, നടക്കുമ്പോൾ വേച്ചു പോകുന്നതും എന്നൊക്കെ ഉള്ളതാണ് പറയപ്പെടുന്നത്. ഏതായാലും ഈ പറയുന്ന 70% അമേരിക്കക്കാരും അവിടെ ഒരു സർവേ നടത്തി. അതിൽ 70% പേരും കരുതുന്നത്, ധരിച്ചു വച്ചിരിക്കുന്നത്, ഞങ്ങളെ ഭരിക്കുന്ന ഭരണാധികാരികൾ ഒരിക്കലും അവരുടെ പൊതു ആരോഗ്യസ്ഥിതി, മാനസികാരോഗ്യം, ശാരീരികാരോഗ്യം എന്നിവ സംബന്ധിച്ച് ജനങ്ങൾ അറിയേണ്ട എന്ന് ചിന്തിക്കുന്നവരാണ് എന്നാണ് അവിടെ ഉള്ള ജനസമൂഹത്തിൽ 70% പേര് ചിന്തിക്കുന്നത്. അപ്പോൾ ആ കാര്യമാണ് ട്രംപിൻ്റെ കാര്യത്തിലുള്ളത്. ഇനി ഈ പറയുന്ന നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ, അമേരിക്കൻ പ്രസിഡൻ്റ് ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് നിലവിൽ അവിടെ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. അത് മെഡിക്കൽ പ്രൈവസി പ്രൊട്ടക്ഷൻസ് ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. ഇത് നിയമപ്രകാരം അവിടെ ആരായാലും, അമേരിക്കൻ പൗരൻ ആരായാലും അവർക്കുണ്ടാകുന്ന മെഡിക്കൽ റിപ്പോർട്ട് അതൊരു സ്വകാര്യ വിവരമാണ്. ആ കാര്യങ്ങൾ പുറത്തു വിടേണ്ടതില്ല. അപ്പോൾ ലോകമെമ്പാടും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് അത് വെറും ഒരു ആശങ്ക മാത്രമല്ല, അതിന് ആശങ്കയ്ക്ക് അടിസ്ഥാനപരമായ ചില കാരണങ്ങളുമുണ്ട്. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഇത്തരം ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് നിലവിലെ നിബന്ധന അല്ലെങ്കിൽ നിലവിലെ നിയമപ്രകാരം അത് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. പിന്നെ പൊതുവേ ഉള്ള ആശങ്കകൾക്ക് ഇമാതിരിയുള്ള പുറം ചികിത്സ പോലെയുള്ള മറുപടിയും അവർ തരുന്നുണ്ട്. ട്രംപ് ഓക്കെയാണ്, ഉഷാറാണ്. പക്ഷേ ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനുമായിട്ട് അദ്ദേഹം യുദ്ധത്തിൽ ഏർപ്പെടുന്നു. നിരന്തരമായ ചർച്ചകൾ നടക്കുന്നു. ഓരോ ദിവസവും അദ്ദേഹത്തിന് തോന്നുന്ന പോലെയാണ് അഭിപ്രായം പറയുന്നത്. ആദ്യം ചില ദിവസങ്ങളിൽ പറയും ഞങ്ങൾ അവരുമായിട്ടൊരു ഉടനെ ഉടമ്പടിയാകുന്നു എന്ന് പറയുന്നു. തൊട്ടടുത്ത ദിവസം അദ്ദേഹം വിധം മാറ്റുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ വൈറ്റ് ഹൗസിലെ അല്ലെങ്കിൽ ഡിഫൻസ് സെക്രട്ടറി ക്യൂബയ്ക്കെതിരെ ഭീഷണി മുഴക്കുന്നു. അപ്പോൾ ഇതെല്ലാം വരുമ്പോഴാണ് ഈ ആശങ്ക ബലപ്പെടുത്തുന്നത്. ഇദ്ദേഹം പൂർണ്ണമായും ഫിസിക്കലി ആൻഡ് മെൻ്റലി ഫിറ്റ് ആണോ, അതിൻ്റെ അനന്തരഫലമായിട്ടാണ് അദ്ദേഹം ഈ നിരന്തരം ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നത്. അതേപോലെ വേറെയും ചില ആക്ഷേപങ്ങൾ വന്നു. ഇദ്ദേഹത്തിന് നാക്ക് കുഴഞ്ഞു പോകുന്നു, ഓർമ്മക്കുറവുണ്ട്. ഈ ഗ്രീൻലാൻഡ് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് പോയല്ലോ, ആ സമയത്ത് ഇദ്ദേഹം ഐസ്ലാൻഡിനെ ഗ്രീൻലാൻഡായിട്ടും ഗ്രീൻലാൻഡിനെ ഐസ്ലാൻഡായിട്ടും പറഞ്ഞു. അപ്പോൾ രാജ്യം തന്നെ മാറിപ്പോയി, പിടിച്ചെടുക്കാൻ പോയ രാജ്യം തന്നെ മാറിപ്പോയി. പിന്നെ നിർണായകമായ യോഗങ്ങളിൽ, കൂടിയാലോചന യോഗങ്ങളിൽ ഇദ്ദേഹം ഇരുന്ന് നല്ല ഉറക്കമാണ്. ട്രംപ് ഇരുന്നങ്ങ് ഉറങ്ങുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഓക്കെ ആണോ, ഈ പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ലോക പോലീസ് എന്ന് പറയുന്ന അമേരിക്കയെ നയിക്കാൻ പ്രാപ്തിയുള്ള ഒരാളാണോ അവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ്.
പക്ഷേ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും വൈറ്റ് ഹൗസും നിരന്തരമായിട്ട് അത്തരം ആശങ്കകൾ തള്ളിക്കളയുന്നുണ്ട്. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ ഈ ആശങ്കകളിൽ എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് എന്താ പറയുക, കൃത്യമായ വിവരങ്ങൾ ചിലപ്പോൾ പുറത്തു വരുമായിരിക്കും.